Hi all. Today's our topic is World Wide Web. This is the last portion of Module 6. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വേൾഡ് വൈഡ് വെബ് അത് കുറച്ച് ലെങ്തിയാണ് പോർഷൻ. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. എന്താണ് WWW എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതുപോലെയൊക്കെ തന്നെയുള്ളൂ. ഓക്കെ. World Wide Web is a repository of information linked together from points all over the world. അതായത് നെറ്റ്വർക്ക്സ് കണക്ഷൻ ആയിരിക്കും. അങ്ങനെ ഒരു എന്താണ് ലിങ്ക് കംപ്ലീറ്റ് ഒരു നെറ്റ്വർക്കിൽ നിന്നും അടുത്ത നെറ്റ്വർക്കിനകത്തേക്ക് ലിങ്ക് പോയി നമുക്ക് ഇൻഫർമേഷൻസ് കൊണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണ് WWW എന്ന് പറയുന്നത്. ഇത് ഫ്ലെക്സിബിളാണ്, പോർട്ടബിളാണ്, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ WWW പ്രോജക്റ്റ് ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തത് CERN എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നെക്സ്റ്റ് ആർക്കിടെക്ചർ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആർക്കിടെക്ചറിനകത്ത് വരുന്നത് ക്ലയൻറ്റ് പഠിക്കണം, സെർവർ പഠിക്കണം. ക്ലയൻറ്റും സെർവറിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പഠിക്കണം. URL നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്, കുക്കീസ് പഠിക്കണം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. സോ ലെറ്റ്സ് കണ്ടിന്യൂ. വാട്ട് ഈസ് എൻ ആർക്കിടെക്ചർ? Distributed client bus server service in which a client using a browser can access a service using a server. അതായത് ഈ പറയുന്ന WWW നമുക്ക് വേൾഡ് വൈഡ് വെബിനകത്തേക്ക് നമ്മൾ കയറണം എന്നുണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരിക്കും, സെർവറും കാണും. ഇപ്പോൾ ക്ലയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസറാണ്. ആ യൂസർ ക്ലയൻറ്റ് ആകണം എന്നുണ്ടെങ്കിൽ ഇൻ ഓർഡർ ടു ആക്സസ് സം കണ്ടൻറ്റ് ഫ്രം ദി നെറ്റിൽ നിന്ന് നമുക്കൊരു കണ്ടൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് സം ടൈപ്പ് ഓഫ് എ ബ്രൗസർ. അപ്പോൾ ആ ബ്രൗസർ തന്നെയാണ് ഇവിടെ ക്ലയൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന യൂസർ ബ്രൗസറിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഇൻഫർമേഷൻസ് സെർവറിൽ നിന്നും കളക്ട് ചെയ്യുന്നു. അതാണ് ഈ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലയൻറ്റ് ബസ് സെർവർ സർവീസസ് ഇൻ വിച്ച് ക്ലയൻറ്റ് യൂസിങ് എ ബ്രൗസർ ക്യാൻ ആക്സസ് എ സർവീസ് യൂസിങ് എ സെർവർ. The service provided is distributed over many locations called site. അതായത് നമ്മുടെ ഇൻഫർമേഷൻസ് എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നത് പല പല സൈറ്റുകൾ, വെബ്സൈറ്റുകളിലായിരിക്കും. നമ്മൾ ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ നിന്നും പല പല വെബ് പേജസിൽ നിന്നായിരിക്കും കണ്ടൻറ്റിനെ ആക്സസ് ചെയ്തെടുക്കുന്നത്. ഈച്ച് സൈറ്റ് ഹോൾഡ്സ് വൺ ഓർ മോർ ഡോക്യുമെൻറ്റ്സ് കോൾഡ് വെബ് പേജസ്. നെക്സ്റ്റ്, ഈച്ച് പേജസ് can contain links to other pages anywhere in the world. അതായത് ഓരോ വെബ് പേജിനകത്തും അടുത്ത പേജിലേക്ക് നമുക്ക് അടുത്ത പേജിലാണ് കിടക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ലിങ്കും കൂടി പ്രൊവൈഡ് ചെയ്ത് നമ്മൾ അടുത്ത പേജിനകത്തേക്ക് പോകും. ഇതുവരെയാണോ നമുക്ക് മീൻസ് എവിടെ നിന്നാണോ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടേണ്ടത് അങ്ങനെ നമ്മൾ ഓരോ ലിങ്ക് വഴിയും ഈ പറയുന്ന ലിങ്ക് വഴി കയറി നമുക്ക് അറ്റ് ലാസ്റ്റ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും. ഓക്കെ, അതാണ് ഈ പറയുന്നത് ഈ പാരഗ്രാഫിൽ. ഈച്ച് പേജസ് may contain links to other pages anywhere in the world. Users can follow a link by clicking on it, which then takes them to the page pointed to. This process can be repeated indefinitely. Okay. പേജസ് ക്യാൻ ബി റിട്രീവ്ഡ് ആൻഡ് വ്യൂഡ് ബൈ യൂസിങ്. നമ്മൾ പേജസ് റിട്രീവ് ചെയ്യുന്നതും വ്യൂ ചെയ്യുന്നതും ബ്രൗസേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഇതാണ് ആർക്കിടെക്ചറായിട്ട് പറയുന്നത്. ഒരു ക്ലയൻറ്റിൻ്റെ സൈറ്റ് ബി ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റ് ആദ്യത്തെ സൈറ്റിൽ നിന്നും ഇൻഫർമേഷൻ, അതായത് ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുത്തു, ആൻഡ് ഇൻഫർമേഷൻ വെബ് പേജിൻ്റെ കണ്ടൻറ്റ് കൊടുത്തു. ഇഫ് സപ്പോസ് ദിസ് വെബ് പേജ് കണ്ടെയ്ൻസസ് അനദർ റെഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് ഇൻഫർമേഷൻ ഈസ് നോട്ട് സഫിഷ്യൻറ്റ്, വി ക്യാൻ ഗോ ആൻഡ് ക്ലിക്ക് ഓൺ ദി ലിങ്ക് പ്രൊവൈഡഡ് ഫ്രം ദി വെബ് പേജ് എയിൽ നിന്നും പ്രൊവൈഡ് ചെയ്ത ലിങ്കിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പം ദാറ്റ് റിക്വസ്റ്റ് ഓട്ടോമാറ്റിക്കലി പോവും അടുത്ത സൈറ്റിനകത്തേക്ക്. ഇപ്പോൾ ഈ പറയുന്ന എന്ന് പറയുന്ന വെബ് പേജ് എയിനകത്തേക്ക് കണ്ടെയ്ൻ ചെയ്യുന്നത് ബിൻ്റെ ലിങ്ക് ആയിരിക്കാം. സോ ആ റിക്വസ്റ്റ് അടുത്ത സൈറ്റിനകത്തേക്ക് പോയി അവിടെ നിന്നും ഇൻഫർമേഷൻസ് നമുക്ക് തിരികെ കൊണ്ട് വരുന്നു. ഈ പറയുന്ന സംഭവം തന്നെയാണ് ഈ പാരഗ്രാഫിനകത്ത് കംപ്ലീറ്റ് പറയുന്നത്. ദ ക്ലയൻറ്റ് നീഡ്സ് ടു സീ സം ഇൻഫർമേഷൻ ദാറ്റ് ഇറ്റ് നോസ് ബിലോങ്സ് ടു സൈറ്റ് എയിനകത്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇറ്റ് സെൻഡ്സ് എ റിക്വസ്റ്റ് ത്രൂ ഇറ്റ്സ് ബ്രൗസർ വഴി പറയുന്ന റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. എ പ്രോഗ്രാം ദാറ്റ് ഈസ് ഡിസൈൻ ടു ഫെച്ച് വെബ് ഡോക്യുമെൻറ്റ്സ്. വെബ് ഡോക്യുമെൻറ്റ്സിനെ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്രൗസർ. ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രോഗ്രാമാണ്. റിക്വസ്റ്റ് വിത്ത് അതർ ഇൻഫർമേഷൻ ഇൻക്ലൂഡ്സ് അഡ്രസ് ഓഫ് ദ സൈറ്റ്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന എന്തായിരിക്കും, സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കും, പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, വെബ് പേജ് കൊടുക്കും. വെബ്സൈറ്റ് അതിൻ്റെ സൈറ്റിൻ്റെ അഡ്രസ്സ് കാണും. ദാറ്റ് മീൻസ് URL നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, ലിങ്ക്. ഓക്കെ, UR മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ദ സെർവർ അറ്റ് സൈറ്റ് എ ഫൈൻഡ്സ് ദ ഡോക്യുമെൻറ്റ്. സൈറ്റ് എയിനകത്തുള്ള സെർവർ ഒരു ഡോക്യുമെൻറ്റ്
സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് കണ്ടെത്തിയിട്ട് അത് ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കും. വെൻ ദ യൂസർ വ്യൂസ് ദ ഡോക്യുമെൻറ്റ്, ദ യൂസർ ഫൈൻഡ്സ് സം റെഫറൻസ് ടു അതർ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് എ വെബ് പേജ് അറ്റ് സൈറ്റ് ബി. ദ റെഫറൻസ് ഹാസ് ദ URL ഫോർ ദ ന്യൂ സൈറ്റ്. അപ്പോൾ റെഫറൻസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പുതിയ സൈറ്റിലേക്കുള്ള URL കിട്ടും. If the user is interested to see this document, the client sends another request to the new site and the new page is retrieved. ഇതാണ് നമ്മുടെ ഈ ഓവറോൾ ആർക്കിടെക്ചറിനകത്ത് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പിക്ചറിൽ നിന്നുള്ളതാണ് ഈ പറഞ്ഞ കംപ്ലീറ്റ് തിയറി. ഇനി നെക്സ്റ്റ് ക്ലയൻറ്റ്. ഇതിപ്പോൾ ഓവറോൾ ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് പറഞ്ഞത്. ഇനി എന്താണ് ക്ലയൻറ്റ് സൈഡിൽ നടക്കുന്നത്, എന്താണ് സെർവർ സൈഡിൽ നടക്കുന്നതെന്ന് നോക്കാം. ക്ലയൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ബ്രൗസേഴ്സാണ് ക്ലയൻറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. ഒരുപാട് വെൻഡേഴ്സ് ക്രിയേറ്റ്, അതായത് മാർക്കറ്റിൽ, അതായത് ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വെൻഡേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരുപാട് തരത്തിലുള്ള ബ്രൗസേഴ്സ് ഉണ്ട്. ആ പറയുന്ന ബ്രൗസേഴ്സ് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ ഇൻറ്റർപ്രറ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ക്വയറീസിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും അത് കറക്റ്റായിട്ടുള്ള സൊല്യൂഷന് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും ത്രൂ വെബ് ഡോക്യുമെൻറ്റ്സ് വഴി. അപ്പോൾ ഓരോ ബ്രൗസറിനകത്തും 3 പാർട്സുകളാണുള്ളത്. ഏത് ബ്രൗസർ എടുത്താലും ദിസ് 3 പാർട്സ് വിൽ ബി ദെയർ. ദാറ്റ് മീൻസ് വൺ ഈസ് കൺട്രോളർ, സെക്കൻഡ് വൺ ഈസ് ക്ലയൻറ്റ് പ്രോട്ടോകോൾ ആൻഡ് ദ തേർഡ് വൺ ഈസ് ആൻ ഇൻ്റർപ്രറ്റർ. നോക്കൂ, ഒരു കീബോർഡ്, ഇതാണ് കീബോർഡും മൗസും വഴി നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒരു ബ്രൗസർ, ഇതാണ് ഓവറോൾ ബ്രൗസറിൻ്റെ, ഇത് കംപ്ലീറ്റ് ഒരു ബ്രൗസറാണ് കേട്ടോ, ഓവറോൾ ബ്രൗസറാണ് ഇത്. അപ്പം ഇൻഫർമേഷൻ എന്ത് ചെയ്യും? കീബോർഡ് വഴിയോ മൗസിൽ വഴിയോ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഇൻഫർമേഷൻസ് നേരെ എന്ത് ചെയ്യും? കൺട്രോളർ അത് വരും. കൺട്രോളറാണ് അത് റിസീവ് ചെയ്യുന്നത്. കൺട്രോളർ റിസീവ്സ് ഇൻപുട്ട് ഫ്രം ദ കീബോർഡ് ഓർ ദ മൗസ്. എന്നിട്ട് എന്ത് ചെയ്യും? കൺട്രോൾ എന്ത് ചെയ്യും? ക്ലയൻറ്റ് പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ പറയുന്ന കൺട്രോളർ ഡോക്യുമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോളർ ഈ പറയുന്ന നമ്മൾ യൂസർ അടിച്ചു കൊടുക്കുന്ന ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യും, ഇൻപുട്ട് റിസീവ് ചെയ്തിട്ട് ആ പറയുന്ന ഡോക്യുമെൻറ്റ് ആക്സസ് ചെയ്യുന്നത് ക്ലയൻറ്റ് പ്രോഗ്രാം വഴിയാണ്. ഏത് തരത്തിലുള്ള ക്ലയൻറ്റ് പ്രോഗ്രാംസ് ഇവിടെ റൺ ചെയ്യുന്നത്? ക്ലയൻറ്റ് പ്രോഗ്രാമുകളാണ്. ക്ലയൻറ്റ് പ്രോഗ്രാം HTTP, FTP, ടെൽനെറ്റ്, SMTP പോലെയുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് ക്ലയൻറ്റ് പ്രോഗ്രാം കൺട്രോളറിൽ റൺ ആവുകയും നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിനെ ആക്സസ് ചെയ്യുകയും ചെയ്യുന്നു. ആഫ്റ്റർ ദ ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് സ്ക്രീനിലേക്ക് അത് ഡിസ്പ്ലേ ആയി വരണം. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത്, നമ്മൾ ഈ കീബോർഡ് വഴി കൊടുക്കുന്നത് എന്താണോ അത് നമ്മുടെ മുന്നിൽ ബ്രൗസർ വഴി ഡിസ്പ്ലേ ആയിട്ട് വരണം. അപ്പോൾ ഡിസ്പ്ലേ ആയി വരണം എന്നുണ്ടെങ്കിൽ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് സം കൈൻഡ് ഓഫ് ബ്രൗസേഴ്സ് ആർ മേക്കിംഗ് യൂസ് ഓഫ് സം കൈൻഡ് ഓഫ് എൻ ഇൻ്റർപ്രറ്റേഴ്സ് ആർ HTML, ജാവാസ്ക്രിപ്റ്റ്, ജാവ പോലെയുള്ള ഡോക്യുമെൻറ്റ്സ്, ജാവ പോലെയുള്ള ഇൻ്റർപ്രറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിനെ സ്ക്രീനിലേക്ക് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായിപ്പം ഞാൻ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്ന സംഭവം കൺട്രോളർ മേടിക്കും. കൺട്രോളർ എന്ത് ചെയ്യും? അതെങ്ങനെയാണ് കൺട്രോളർ ആ പറയുന്ന ഇൻഫർമേഷനെ ക്ലയൻറ്റിനകത്ത് റൺ ചെയ്യും. ക്ലയൻറ്റ് പ്രോഗ്രാം എന്ന് പറയും. അതിനകത്തൊരു ക്ലയൻറ്റ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റ് എന്താണോ അതിനെ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ മേടിക്കും. അതിനെങ്ങനെ മേടിക്കും? HTTP, FTP, ടെൽനെറ്റ് അല്ലെങ്കിൽ SMTP പോലെയുള്ളത് യൂസ് ചെയ്ത് മേടിച്ചിട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുതരും? അത് ഇൻ്റർപ്രറ്റർ വഴിയാണ് നമ്മുടെ സ്ക്രീനിലേക്ക് തരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ബ്രൗസർ നമ്മുടെ കണ്ടൻറ്റിനെ ഒരു സ്ക്രീനിനകത്തേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഇനി സെർവർ സൈഡിൽ, ഇതാണ് ക്ലയൻറ്റ് സൈഡിൽ നടക്കുന്നത്. സെർവർ സൈഡിൽ എന്താണ്? ഒന്നുമില്ല, നമ്മൾ സെർവർ, അതായത് വെബ് പേജസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് സെർവറിനകത്താണ്. ഓരോ സമയവും ക്ലയൻറ്റ് ഒരു പേജ് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഒരു ഡോക്യുമെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡോക്യുമെൻറ്റിനെ, കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റിനെ സെർവറിൽ നിന്നും കൊണ്ടുവരുന്നു. ഇപ്പം സെർവറിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്ന ഒരൊറ്റ കാര്യമാണ്, ഒരു തവണ ഏതെങ്കിലും ഒരു ഫയല് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആക്സസ് ചെയ്യുന്ന ഫയലുകളെല്ലാം ക്യാഷിൽ കൊണ്ടിട്ടിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരാൾ ചോദിക്കുമ്പം വളരെ സ്പീഡപ്പ് ആയിട്ട് നമുക്ക് ക്യാഷിൽ നിന്നും കണ്ടൻറ്റിനെ കൊണ്ടുവരാം. വേറൊരു സെർവറിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേറൊന്നാണ് മൾട്ടി ത്രെഡിങ്ങും മൾട്ടി പ്രോസസ്സിങ് പോലെയുള്ള സംഭവം. അതായത് ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ സെർവറിന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് മൾട്ടി എഫിഷ്യൻസി കൂട്ടുന്ന 2 കാര്യമാണ്. ഒന്ന് ക്യാഷ് യൂസ് ചെയ്യും, ഒന്ന് മൾട്ടി ത്രെഡിങ്, മൾട്ടി പ്രോസസ്സിങ്. ഇനി പഠിക്കേണ്ടത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നിങ്ങൾക്കറിയാം, ഒരു ക്ലയൻറ്റിന് ഒരു വെബ് പേജ് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഇഫ് എ ക്ലയൻറ്റ് വോണ്ട് ടു ആക്സസ് എ വെബ് പേജ് ദേ നീഡ് ടു പ്രൊവൈഡ് എ URL പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം ടു ഫെസിലിറ്റേറ്റ് ദ ആക്സസ് ഓഫ് ഡോക്യുമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ വേൾഡ് HTTP യൂസസ് ലൊക്കേറ്റേഴ്സ്. ഇപ്പോൾ HTTP ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ വഴി. ഏത് പ്രോട്ടോക്കോളാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് നമ്മൾ കൊടുക്കണം. അതാണ് URL. അപ്പോൾ URLൻ്റെ കണ്ടൻറ്റിനകത്ത് അഡ്രസ്സിനകത്ത് എന്തൊക്കെ കാണും? ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കും. ഈ URLനകത്ത് 4 കാര്യങ്ങളാണുള്ളത്. ഒന്നൊരു പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കും, ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും, പോർട്ട് ഉണ്ടാകും, പാത്ത് കാണും. പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അത് കാണിക്കും. പിന്നെ ഒരു ഹോസ്റ്റ് കമ്പ്യൂട്ടർ, ഇൻഫർമേഷൻ ഇരിക്കുന്ന ഹോസ്റ്റ് കമ്പ്യൂട്ടർ എവിടെയാണോ അത് കാണിക്കും. ആ കമ്പ്യൂട്ടറിനകത്ത് ഏത് പോർട്ട് നമ്പറിലാണ്, ഏത് പോർട്ടിലാണ് ഇരിക്കുന്നതെന്ന് കാണിക്കും. പിന്നെ എന്താണ്, ആ ഒരു ഇൻഫർമേഷൻ കണ്ടെയ്ൻ ചെയ്യുന്ന പാത്തിൻ്റെ, അതായത് ഫയൽ നെയിമിൻ്റെ പാത്തും കാണിക്കും. ഓക്കെ, അതെവിടെയാണ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പാത്തും കാണിക്കും. അപ്പോൾ പ്രോട്ടോക്കോൾ /// ഉണ്ട്, എന്നിട്ട് ഹോസ്റ്റ് എന്ന് പറയുമ്പം ഈ HTTP പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഏത് കമ്പ്യൂട്ടറിനകത്താണ് ഇൻഫർമേഷൻ ഇരിക്കുന്നത്, ആ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷണലാണ്, ചില സമയത്ത് മാത്രമേ ഇത് ഇൻക്ലൂഡ് ആകത്തുള്ളൂ കേട്ടോ. അപ്പം പോർട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ഏതിനൊക്കെ ഇതായിരിക്കും, ഹോസ്റ്റ് ആൻഡ് ദ പാത്ത് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം ദ ഹോസ്റ്റ് ബൈ എ കോളൻ. ഹോസ്റ്റും പാത്തിനെയും, പോർട്ട് ഉണ്ടെങ്കിൽ ഹോസ്റ്റും പാത്തും വെച്ചിട്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്, പോർട്ട് അതിൻ്റെ ഇടയിലായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പാത്തിനകത്ത് ഫയൽ നെയിം ആയിരിക്കും, ഫയൽ നെയിമിനകത്തേക്കുള്ള, അതായത് കറസ്പോണ്ടിങ് ഫയലിലേക്കുള്ള പാത്തായിരിക്കും കാണിക്കുന്നത്. ഇപ്പം നമ്പർ ഓഫ് സബ് ഡയറക്ടറീസ് എല്ലാം ഉണ്ടെങ്കിൽ / വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യും ആണ് പറയുന്നത്. URL ഡിഫൈൻസ് 4 തിങ്സ് ആയിരിക്കും: പ്രോട്ടോകോൾ, ഹോസ്റ്റ് കമ്പ്യൂട്ടർ, പോർട്ട് ആൻഡ് പാത്ത്. അപ്പോൾ പ്രോട്ടോകോൾ എന്താ? ഈസ് എ ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം യൂസ്ഡ് ടു റിട്രൈവ്. നമ്മൾ ഡോക്യുമെൻറ്റ് റിട്രൈവ് ചെയ്യാനായിട്ട് ഈ ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാം റൺ ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് HTTP ആണ് മെജോറിറ്റി യൂസ് ചെയ്യുന്നത്, വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ വേറെ പ്രോട്ടോകോൾസ് FTP ടെൽനെറ്റും വരുന്നത്. ഹോസ്റ്റ് ഈസ് ദ കമ്പ്യൂട്ടർ ഓൺ വിച്ച് ദ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന മിക്കപ്പോഴും ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഏലിയാസ് നെയിം ആയിരിക്കും, അതായത് കറക്റ്റ് നെയിം ആയിരിക്കില്ല. എപ്പോഴും www എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെയിം ആയിരിക്കും ഹോസ്റ്റ് കമ്പ്യൂട്ടറായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി web pages are usually stored in computers, and computers are given alias names that usually begin with the characters www. ഇനി URL പോർട്ട് എന്ന് പറയുമ്പം URL can optionally contain the port number of the servers. പോർട്ട് നമ്പർ ഓപ്ഷണൽ ആണ്. ഇഫ് ദ പോർട്ട് നമ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ഹോസ്റ്റിനും പാത്തിനും ഇടയിൽ, ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി ഹോസ്റ്റ് ബൈ ഒരു കോളം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. പാത്ത് ഇസ് ദ പാത്ത് നെയിം ഓഫ് എ ഫയൽ. ഒരു ഫയലിനകത്തേക്കുള്ള പാത്ത് നെയിമാണ് കാണിക്കുന്നത്. വെയർ ദ ഇൻഫർമേഷൻ ഈസ് ലൊക്കേറ്റഡ്. ഏത് ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ പാത്ത് നെയിം ആയിരിക്കും കാണിക്കുന്നത്. പാത്ത് ക്യാൻ കണ്ടെയ്ൻ സ്ലാഷസ് ദാറ്റ് സെപ്പറേറ്റ് ദ ഡയറക്ടറീസ് ഫ്രം ദ സബ് ഡയറക്ടറീസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി കുക്കീസ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കും അറിയാം കുക്കീസ് എന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് കുക്കി നോക്കാം. നമ്മുടെ www എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്ലെസ് എൻറ്റിറ്റിയാണ്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഒന്നുമില്ല. ഒരു ക്ലയൻറ്റ് ഒരു സംഭവം, ഒരു ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ അത് പ്രൊവൈഡ് ചെയ്യുന്നു. വെബിന് വേറെ കുറച്ച്, ഇത് മാത്രമല്ല വെബിൻ്റെ ഫങ്ഷൻസ്, വെബിന് വേറെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. അത് ഓരോന്ന് പറയാം. ചില വെബ്സൈറ്റുകൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലയൻറ്റുകൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില വെബ്സൈറ്റുകൾ രജിസ്റ്റേർഡ് ക്ലയൻറ്റിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ gmail.com നമ്മൾ രജിസ്റ്റേർഡ് ക്ലയൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകളുണ്ട്. ചില വെബ്സൈറ്റുകൾ ഇലക്ട്രോണിക് സ്റ്റോർ ആയിരിക്കും, ലൈക്ക് ആമസോൺ പോലെയുള്ള വെബ്സൈറ്റുകളായിരിക്കും. അതായത് അതിനകത്ത് എന്താണ്, കാർട്ടുകൾ ഉണ്ടാകും, ആഡ് ടു കാർട്ട് എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ. അപ്പോൾ അതുപോലെ ചില വെബ്സൈറ്റുകൾ എന്താണ്, ആമസോൺ സർവീസ് പോലെയുള്ള ഇലക്ട്രോണിക് സ്റ്റോഴ്സുകളായിരിക്കും. ചില വെബ്സൈറ്റുകൾ പോർട്ടൽസ് ആയിരിക്കും, അതായത് നിങ്ങളുടെ KTU പോർട്ടൽ പോലെ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറുന്നത് മാതിരിയുള്ളൊരു പോർട്ടലായിരിക്കും. വേറൊന്നെന്ന് പറഞ്ഞാൽ അഡ്വർടൈസിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ചില വെബ്സൈറ്റുകൾസ് ഉണ്ട്. അപ്പം ഈ പറയുന്ന 4 കാറ്റഗറീസിൽ നമ്മൾ കുക്കീസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് കുക്കി, എങ്ങനെയാണ് കുക്കി റണ്ണാവുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. ഒരു കുക്കി എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് സെർവർ ആയിരിക്കും. ഈ പറയുന്ന കുക്കിനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലയൻ്റ് അല്ല,
സെർവർ കുക്കീനെ ക്രിയേറ്റ് ചെയ്യുകയും സെർവർ തന്നെ അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ കുക്കി ഈസ് ക്രിയേറ്റഡ് ബൈ ദാറ്റ് മീൻസ് കുക്കി ഈസ് മെയ്ഡ് ബൈ ദ സെർവർ ആൻഡ് ഈറ്റൻ ബൈ ദ സെർവർ എന്നാണ് പറയുന്നത് പൊതുവെ. അപ്പോൾ നമുക്ക് നോക്കാം ക്രിയേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് കുക്കീസ്. എങ്ങനെയാണ് ഒരു കുക്കി ക്രിയേറ്റ് ചെയ്യുന്നതും അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും. When a server receives a request from the client, ഒരു ക്ലയൻറ്റിൽ നിന്നും സെർവറിന് ഒരു റിക്വസ്റ്റ് കിട്ടി. അങ്ങനെയാകുമ്പം ആ പറയുന്ന ഒരു തവണ ക്ലയൻറ്റ് ആ പറയുന്ന സെർവറിനകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലയൻറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സെർവർ ഒരു ഫയലിനകത്തോ ഒരു സ്ട്രിങ്ങിനകത്തോ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കും സെർവർ. ആ പറയുന്ന ഇൻഫർമേഷനകത്ത് ക്ലയൻറ്റിൻ്റെ ഡൊമെയിൻ നെയിം കാണും, കുക്കിയുടെ കണ്ടൻറ്റ് കാണും. അപ്പോൾ എന്തൊക്കെയാണ് കുക്കിയുടെ കണ്ടൻറ്റ്? കുക്കിയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ നെയിം, ക്ലയൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ, നമ്മൾ പറഞ്ഞല്ലോ എല്ലാം രജിസ്റ്റേർഡ് യൂസേഴ്സ് ആയിരിക്കും, യൂസർ നെയിം പാസ്വേഡ് ഉള്ള സംഭവങ്ങളായിരിക്കും എല്ലാം, നമ്മൾ ആ പറഞ്ഞ 4 കാര്യങ്ങളും. അപ്പം അങ്ങനെ ആയിരിക്കും. അതായത് ഒരു യൂസർ നെയിമിൽ ഒരാളുടെ ഒരു ക്ലയൻറ്റിൻ്റെ യൂസർ നെയിം, പാസ്വേഡ്, രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നതിനാണ് നമ്മൾ കുക്കി എന്ന് പറയുന്നത്. ഒരു ടൈം സ്റ്റാമ്പ്, അയാൾ എപ്പോഴാണ് കയറിയത്, ബാക്കിയുള്ള എല്ലാ, അതായത് അയാൾ ആ പറയുന്ന ഒരു ഇൻഫർമേഷന് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തോ അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ പറയുന്ന കുക്കിനകത്തേക്ക് സേവ് ചെയ്തിടും. അപ്പോൾ ആരാണ് ക്രിയേറ്റ് ചെയ്തത്? സെർവർ. അപ്പോൾ ഒരു തവണ ഒരു ക്ലയൻറ്റ് ആ സെർവറിനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ എന്ത് ചെയ്യും? അയാളെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഒരു ഫയലിലോ സ്ട്രിങ്ങിലോ സൂക്ഷിക്കും. അതുമാത്രമല്ല ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആ ക്ലയൻറ്റിൻ്റെ ഡൊമെയിൻ നെയിം പ്ലസ് കുക്കി. എന്താണ് കുക്കി? അയാൾ എൻട്രി ചെയ്ത യൂസർ നെയിം, പാസ്വേഡ്, രജിസ്റ്റർ നമ്പർ പോലെയുള്ള ഇൻഫർമേഷൻസ് സെർവർ സൂക്ഷിച്ചു വെക്കും. അതായത് സൂക്ഷിച്ചൊരു കുക്കി രൂപത്തിലാക്കും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? സെർവർ ഒരു ക്ലയൻറ്റ് ഒരു സംഭവം റിക്വസ്റ്റ് ചെയ്തതാണല്ലോ സെർവറിൻ്റെ അടുത്ത്. അപ്പോൾ സെർവർ ഈ പറയുന്ന, അതായത് ക്ലയൻറ്റിന് സെർവർ തിരിച്ച് റെസ്പോൺസ് കൊടുക്കുമല്ലോ, ആ സമയത്ത് സെർവർ എന്ത് ചെയ്യും? ഒരു കുക്കി അവിടെ കൊണ്ടുവന്നിടും. എവിടെ? ക്ലയൻറ്റ് യൂസ് ചെയ്ത ബ്രൗസറിനകത്തേക്ക് കൊണ്ടുവന്നിടും. മനസ്സിലായോ? ദ സെർവർ ഇൻക്ലൂഡ്സ് ദ കുക്കി ഇൻ ദ റെസ്പോൺസ് ദാറ്റ് ഇറ്റ് സെൻഡ്സ് ടു ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൽ ആ കറസ്പോണ്ടിങ് റിക്വസ്റ്റിന് റെസ്പോൺസ് കൊടുക്കുന്ന സമയത്ത് കുക്കിയും കൂടി കൊണ്ടുവന്ന് സെർവർ എന്തെയും അയാളുടെ കയ്യിൽ കൊടുക്കും. ഇയാൾ അറിയത്തില്ല, ക്ലയൻറ്റ് ഒരിക്കലും അറിയത്തില്ല കുക്കി അതിനകത്ത് കൊടുക്കുന്നുള്ള കാര്യം. ആർക്കാണ് കൊടുക്കുന്നത്? ക്ലയൻറ്റ് യൂസ് ചെയ്ത ബ്രൗസറിനകത്തേക്ക് ഇട്ട് കൊടുക്കും. വെൻ ദ ക്ലയൻറ്റ് റിസീവ്സ് ദ റെസ്പോൺസ്, ദ ബ്രൗസർ ക്ലയൻറ്റിന് സെർവറിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് ബ്രൗസർ എന്ത് ചെയ്യും? കുക്കി, അതായത് സെർവർ കൊടുത്ത കുക്കീനെ ബ്രൗസർ എടുക്കും. ബ്രൗസർ എടുത്തിട്ട് അയാളുടെ ബ്രൗസറിൻ്റെ കുക്കി ഡയറക്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. ഡൊമെയിൻ സെർവർ നെയിം വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് സെർവറിൻ്റെ ഡൊമെയിൻ നെയിം വെച്ചിട്ടാണ് ആ പറയുന്ന കുക്കീനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? അതായത് നിങ്ങൾ രണ്ടാമത് നിങ്ങൾ KTU പോർട്ടലിൽ പോകുന്ന സമയത്ത് നിങ്ങൾ പേര് അടിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ നെയിം അവിടെ വരും. ഓക്കെ. പാസ്വേഡും അവിടെ വരും. ഓക്കെ. അപ്പം അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു സൈറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് ഈ കുക്കി വഴി നമുക്ക് പറ്റും. അപ്പോൾ കുക്കി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതിന് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. കുക്കീസ് നമ്മുടെ അതിനകത്ത് ഇനേബിൾ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രൗസേഴ്സിനകത്തൊക്കെ എല്ലാം ഇൻബിൽട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഇനേബിൾ ആണെന്ന് തോന്നുന്നു. കുക്കീസ് ഇനേബിൾ ആയിരിക്കും. അപ്പോൾ ഇനേബിൾ ആയി കിടക്കുന്ന ഒരു കുക്കീനകത്തേക്ക് തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റും. ഓക്കെ. കാരണം നമ്മുടെ എല്ലാ ഇൻഫർമേഷൻ, യൂസർ നെയിം, പാസ്വേഡ് എല്ലാം ഈ കുക്കീനകത്തേക്ക് കിടക്കണം. അത് എൻക്രിപ്റ്റഡ് ഫോമിലൊന്നും ആയിരിക്കില്ല. അപ്പം നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അത് ഈസി ആയിട്ട് ഈ പറയുന്ന കുക്കി വഴി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എപ്പോഴും ഇപ്പം എൻക്രിപ്റ്റഡ് ആയിട്ടിരിക്കണം, സേഫ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഡിസേബിൾ ദാറ്റ് കുക്കി ഫ്രം യുവർ ബ്രൗസറിൽ നിന്നും എന്ത് ചെയ്യണം? ഡിസേബിൾ ചെയ്ത് വെക്കണം. ഓക്കെ. യൂസിങ് കുക്കീസ്. ഇനി എപ്പോഴാണ് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത്? ഇനി എവിടെയാണ് നമ്മൾ കുക്കീസിനെ യൂസ് ചെയ്യുന്നത്? വെൻ എ ക്ലയൻറ്റ് സെൻഡ്സ് എ റിക്വസ്റ്റ് ടു എ സെർവർ, ഒരു ക്ലയൻറ്റ് സെർവറിനകത്തേക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. ആദ്യം എന്ത് ചെയ്യും? ബ്രൗസർ സെർവറിനകത്തേക്കല്ലേ കൊടുത്തത്? ബ്രൗസർ നോക്കും ഈ പറയുന്ന
അയാളുടെ കയ്യിലുള്ള കുക്കി ഡയറക്ടറിയിൽ അതേ സെർവർ, ഡൊമെയിൻ സെർവർ നെയിമുള്ള, ആ സെർവറിൻ്റെ സെയിം ഡൊമെയിൻ നെയിം ഉള്ളതിനകത്തേക്ക് എന്തെങ്കിലും യൂസർ നെയിം പാസ്വേഡ് കിടപ്പുണ്ടോ എന്ന് നോക്കും. ദ ബ്രൗസർ ലുക്സ് ഇൻ ദ കുക്കി ഡയറക്ടറി ടു സീ ഇഫ് ഇറ്റ് ക്യാൻ ഫൈൻഡ് എ കുക്കി സെൻഡ് ബൈ ദാറ്റ് സെർവർ. ആ സെർവർ നേരത്തെ അയച്ചു കൊടുത്ത് എന്തെങ്കിലും കുക്കി എൻ്റെ ബ്രൗസറിനകത്ത് കിടപ്പുണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണ് എങ്കിൽ ആ പറയുന്ന റിക്വസ്റ്റ് പോകുമല്ലോ, അതായത് സെർവറിന് റിക്വസ്റ്റ് പോകുമല്ലോ, ആ സമയത്ത് ആ കുക്കിയും കൂടി സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആരാ യൂസ് ചെയ്യുന്നത്? ശരിക്കും സെർവറിനാണ് ആ കുക്കി വീണ്ടും തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, വെൻ ദ സെർവർ റിസീവ്സ് ദ റിക്വസ്റ്റ്, സെർവറിന് ഈ പറയുന്ന റിക്വസ്റ്റ് കിട്ടുമ്പോൾ എന്ത് മനസ്സിലാകും? ഓക്കെ, ആ റിക്വസ്റ്റിൻ്റെ കൂടെ സെർവർ നേരത്തെ കൊടുത്തിരുന്ന എന്ത് കിട്ടി? കുക്കി കിട്ടി. ബ്രൗസർ തിരിച്ചയച്ചു കൊടുത്തു. അതായത് സെർവർ എന്ത് മനസ്സിലാക്കും? ഈ പറയുന്ന ക്ലയൻറ്റ് നേരത്തെ എൻ്റെ ഓൾഡ് ക്ലയൻ്റ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എ ന്യൂ വൺ. അപ്പോൾ എന്ത് പറ്റും? അയാളുടെ ഡയറക്ടറിൽ നിന്നും ആ കുക്കിയിൽ നിന്നും അയാൾക്ക് വളരെ ഈസി ആയിട്ട് എന്തെടുക്കാം? യൂസർ നെയിമും പാസ്വേഡും രജിസ്റ്റർ നമ്പറും ആ ക്ലയൻറ്റിനെ പറ്റിയുള്ള സകലമായ ഇൻഫർമേഷൻസും ആ പറയുന്ന കുക്കിയിൽ നിന്നും എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് കുക്കീസിനെ യൂസ് ചെയ്യുന്നത് സെർവർ. ഓക്കെ, ഇതാണ് കുക്കി നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് എ വെബ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നമ്മുടെ wwwനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 3 തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്, ഡൈനാമിക് ഡോക്യുമെൻറ്റ് ആൻഡ് ആൻ ആക്റ്റീവ് ഡോക്യുമെൻറ്റ്. സ്റ്റാറ്റിക് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പേജ് ഒരിക്കലും മാറില്ല, സെയിം അതങ്ങനെ തന്നെ നിൽക്കും, ചേഞ്ച് ഒന്നുമില്ല. Static documents are fixed content documents that are created and stored in a server. സെർവറിനകത്തായിരിക്കും ഈ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ആയി കിടക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതായത് HTML പോലെയുള്ള ലാംഗ്വേജ് ആണ് സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. The client can get only a copy of the documents. ഇപ്പോൾ സെർവർ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാറ്റിക് ഡോക്യുമെൻ്റ് ഒരു കോപ്പി മാത്രമാണ് ക്ലയൻറ്റിന് കാണാൻ പറ്റുന്നത്. When a client access the document, a copy of the document is sent. ക്ലയൻറ്റ് ഒരു ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റിനെ ചോദിക്കുന്ന സമയത്ത് സെർവർ അതിൻ്റെ കോപ്പിയാണ് അയച്ചു കൊടുക്കുന്നത്. യൂസർ ക്യാൻ ദെൻ യൂസിങ് എ ബ്രൗസിംഗ് പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ്. അപ്പം യൂസർ എന്ത് ചെയ്യും? ഒരു ബ്രൗസിംഗ് പ്രോഗ്രാം, ക്ലയൻറ്റ് പ്രോഗ്രാം റൺ ചെയ്തിട്ട് ആ പറയുന്ന സെർവർ അയച്ചു കൊടുത്ത് ഡോക്യുമെൻറ്റിനെ എന്ത് ചെയ്യുന്നു? വ്യൂ ചെയ്തെടുക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു വെബ് പേജിന് 2 പാർട്സ് ഉണ്ട്. ഓക്കെ, ഒരു വെബ് പേജ് HTML വെച്ചിട്ടാണ് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. HTML ടാഗൊക്കെ ഉള്ളത് നിങ്ങൾ HTML പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, വെബ് പേജ് എന്ന് പറയുന്നതിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഹെഡർ പാർട്ടും ഒന്ന് ബോഡി പാർട്ടും. ഹെഡറാണ് ഫസ്റ്റ് പാർട്ട്. ഹെഡിനകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത് പേജിൻ്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കും, ബാക്കിയുള്ള കുറച്ച് പാരാമീറ്റേഴ്സ്. അത് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. ഹെഡറിൻ്റെ കംപ്ലീറ്റ് ടൈറ്റിൽ ഓഫ് ദ പേജും ബാക്കി കുറച്ച് പാരാമീറ്റേഴ്സും. ആക്ച്വൽ കണ്ടൻറ്റ് ഓഫ് ദ ശരിക്കുള്ള പേജിൻ്റെ കണ്ടൻറ്റ് എല്ലാം കിടക്കുന്നത് ബോഡിയിലായിരിക്കും. ഓക്കെ, അവിടെയാണ് നമ്മൾ ടെക്സ്റ്റും ടാഗുകളൊക്കെ യൂസ് ചെയ്യുന്നത്. HTML ടാഗ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ HTML ടാഗ് ഉണ്ടായിരിക്കും. ഇതാണൊരു ടാഗ്. ഓക്കെ, ഒരു ടാഗ് ബിഗിൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പൽ വെച്ചിട്ട് നമ്മൾ ടാഗ് നെയിം കാണും. ടാഗ് നെയിം കഴിഞ്ഞിട്ട് ഒരുപാട് ആട്രിബ്യൂട്ട് വാല്യൂസുകളും ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടാഗ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? ബിഗിനിങ് ടാഗ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പൽ ഉണ്ടാകും, ടാഗ് നെയിം കാണും, ഇത് കാണും, അതായത് ആട്രിബ്യൂട്ട്സും കാണും. ഇതാണ് എക്സാമ്പിൾ ടാഗ് എന്ന് പറയുന്നത്. ടാഗ് നമ്മൾ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പൽ യൂസ് ചെയ്തിട്ട് ക്യാപിറ്റൽ ലെറ്റർ B. അതിൻ്റെ മീനിങ് ബോൾഡ് ഫേസിലേക്കാക്കുക. അതായത് ഈ പറയുന്നത് സീസ് ദ ടെക്സ്റ്റ് ടു ബി ബോൾഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റിനെ ബോൾഡിലേക്ക് മാറ്റുക. ഞാൻ ഇവിടെ ഒരു കട്ടിക്ക് എഴുതിയിരിക്കുന്നത് ബോൾഡ് ഫേസിനകത്തേക്ക് മാറ്റിയത്. ഈ പറയുന്ന സംഭവം, ഈ പറയുന്ന HTML ടാഗ് ബ്രൗസർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ബ്രൗസറിൻ്റെ ഹെൽപ്പോട് കൂടി ക്ലയൻറ്റ് പ്രോഗ്രാം, ബ്രൗസർ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ് പ്രോഗ്രാം റണ്ണായിട്ട് ഈ പറയുന്ന സംഭവത്തിന് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആയി വരുന്നു. ഓക്കെ, എൻഡിങ് ടാഗ് ഇങ്ങനെയായിരിക്കും. ഒരു മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു ഫസ്റ്റ് ലെസ് ദാൻ സിമ്പിൾ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സ്ലാഷ് ഇടും, ടാഗ് നെയിം. അത് ദാറ്റ് മീൻസ് എൻഡ് ഓഫ് ദ ടാഗ് എന്നാണ് അർത്ഥം. ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ടാഗ് എന്ന് പറയുന്നത് ഇമേജ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ടാഗ് യൂസ് ചെയ്യും. ഇത് ഇമേജ് സോഴ്സ് ഈക്വൽ ടു ആ പറയുന്ന ഇമേജിൻ്റെ ഫയൽ നെയിം കാണിക്കുന്നു, പാത്ത് കാണിക്കുന്നു. അത് എവിടെയാണ്? അലൈൻമെൻറ്റ് പേജിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് അലൈൻ ചെയ്യുന്നു.
ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് ആണ്. അതായത് ഒരു വെബ് പേജിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈപ്പർ ലിങ്ക്, അതായത് അതിനകത്ത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ URL റെഫറൻസ് URL പ്രൊവൈഡ് ചെയ്യും. അതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്ത പേജിനകത്തേക്ക് പോകും. ഓക്കെ, എനി item can refer to another document through a mechanism called anchor. Anchor എന്ന് പറയുന്ന മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഒരു ഡോക്യുമെൻറ്റിൽ നിന്നും അടുത്ത ഡോക്യുമെൻറ്റിനകത്തേക്ക് നമ്മൾ പോകുന്നത്. ആങ്കർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്യാപിറ്റൽ ലെറ്റർ A ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പം ഇതാണ് കാണിക്കുന്നത്. ഇതൊരു ആങ്കറാണ്. ഒരു ഹൈപ്പർ ലിങ്ക് റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈപ്പർ ലിങ്ക് റെഫറൻസ് മീൻസ് ഇന്ന ഡോക്യുമെൻറ്റിൽ നിന്നും അടുത്ത ഡോക്യുമെൻറ്റിനകത്തേക്ക് പോകാനുള്ള ഹൈപ്പർ ലിങ്ക് റെഫറൻസ് ഇതാണ്. അതിൻ്റെ URL പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ആങ്കറാണ്, അതവിടെ എൻഡ് ആകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്. അപ്പോൾ സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ് എന്താണ്? സെർവർ ക്രിയേറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്. ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് ആ ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി കൊടുക്കുന്നു. അത് സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അടുത്തത് നെക്സ്റ്റ് വൺ ഈസ് എ ഡൈനാമിക് ലാംഗ്വേജ്. ഡൈനാമിക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഡൈനാമിക് ലാംഗ്വേജ്, അതായത് ഡൈനാമിക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സെർവറാണ്. ഓക്കെ, ഇതിവിടെ ഞാൻ പിന്നീട് ഇത് പറയും, ഡിഫറൻസ് പറഞ്ഞു തരാം. അപ്പോൾ ഡൈനാമിക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? വെബ് സെർവറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണോ ഒരു ബ്രൗസർ ഒരു ഡോക്യുമെൻറ്റിനെ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു യൂസർ വന്നിട്ട് ഒരു ഡോക്യുമെൻറ്റ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്താൽ ആ റിക്വസ്റ്റ് ഡൈനാമിക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് റൺ ആവുന്നത് വെബ് സെർവർ, അതായത് വെബ് സെർവർ ആയിരിക്കും ആ പറയുന്ന ഡൈനാമിക് ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ആവുന്നത്. എന്താണ് ഈ ഡൈനാമിക് ഡോക്യുമെൻറ്റ്? എക്സാമ്പിൾ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു സെർവറിൻ്റെ ഡേറ്റ് ആൻഡ് ടൈമും റിട്രൈവ് ചെയ്തെടുക്കണം. എപ്പോഴും ഡേറ്റ് ആൻഡ് ടൈമും ഒരുപോലെ ആയിരിക്കും? ഇല്ല, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്താണ്? ഡൈനാമിക് ഡോക്യുമെൻറ്റ്. ഈച്ച് ടൈം എന്താണ്, പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓരോ ഡോക്യുമെൻറ്റ് ന്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് റൺ ടൈം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിനകത്താണ് ഡൈനാമിക് ഡോക്യുമെൻറ്റ് വർക്ക് ആവുന്നത്. അപ്പോൾ വെൻ എ റിക്വസ്റ്റ് അറൈവ്സ്, ദ വെബ് സെർവർ റൺസ് ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓർ എ സ്ക്രിപ്റ്റ് ദാറ്റ് ക്രിയേറ്റ്സ് ദ ഡൈനാമിക് ഡോക്യുമെൻറ്റ്. ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് വെബ് സെർവർ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ പ്രോഗ്രാമൊക്കെ തന്നെ എന്താണോ ഡോക്യുമെൻറ്റ് ചോദിച്ചാൽ ആ പറയുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെയോ സ്ക്രിപ്റ്റിനെയോ റൺ ചെയ്തിട്ട് ആ ഡൈനാമിക് ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യും. സെർവർ എന്ത് ചെയ്യും? പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് തിരിച്ച് ബ്രൗസറിന് റെസ്പോൺസ് ആയിട്ട് തിരിച്ചു കൊടുക്കും. ഫ്രഷ് ഡോക്യുമെൻറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ ഈച്ച് റിക്വസ്റ്റ്. ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കും ക്രിയേറ്റ് ആവുന്നത്. എക്സാമ്പിൾ, റിട്രൈവൽ ഓഫ് ടൈം ആൻഡ് ഡേറ്റ് ഫ്രം എ സെർവർ. This is very important. Dynamic documents are sometimes referred to as server-side dynamic document. Server-side dynamic document എന്നാണ് നമ്മൾ വിളിക്കുക. കാരണം ഈ പറയുന്ന ഡോക്യുമെൻറ്റ് റൺ ആകുന്നത് എവിടെയാണ്? ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഡൈനാമിക്, അതായത് വെബ് സെർവറിൻ്റെ കയ്യിലാണ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് സെർവർ സൈറ്റ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം സെർവർ സൈറ്റ് ഡൈനാമിക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് കോമൺ ഗേറ്റ് വേ ഇൻ്റർഫേസ്. അപ്പം സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ HTML യൂസ് ചെയ്തതുപോലെ തന്നെ ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോമൺ ഗേറ്റ് വേ ഇൻ്റർഫേസ് ആണ്. കോമൺ ഗേറ്റ് വേ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് കുറേ റൂൾസുകൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. ആ റൂൾസുകൾ എഴുതുന്ന പ്രോഗ്രാമേഴ്സ് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. നോക്ക്, the common gateway interface is a technology that creates and handles dynamic documents. CGI is a set of standards that defines how എങ്ങനെയാണ് ഒരു ഡൈനാമിക് ഡോക്യുമെൻറ്റ് എഴുതേണ്ടത് എന്നുള്ളൊരു റൂളാണ് പറയുന്നത്. എങ്ങനെ ഒരു ഡേറ്റ ആ പ്രോഗ്രാമിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യണം, എങ്ങനെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, ഇങ്ങനെയുള്ള എങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? CGI ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം CGI എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് കുറേ റൂൾസാണ്. എങ്ങനെ ഒരു പ്രോഗ്രാമർ വന്നാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ CGI allows programmers to use any of several languages such as C, CPP, C Shell or Perl. ഏത് ലാംഗ്വേജ് വേണമെങ്കിലും യൂസ് ചെയ്യാം. only thing എന്ന് പറയുന്നത് CGI ഡിഫൈൻസ് ഒരു സെറ്റ് ഓഫ് റൂൾസ്, ആ പറയുന്ന CGI ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ് പ്രോഗ്രാമേഴ്സ് ഫോളോ ചെയ്തിരിക്കണം.
ഇതാണ് നമ്മുടെ ആ ഫിഗർ. ക്ലയൻറ്റ് എന്ത് ചെയ്തു, ഒരു സെർവറിന് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. സെർവർ എന്ത് ചെയ്യും, സെർവർ സൈഡിൽ എന്ത് ചെയ്യും, ഡൈനാമിക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഡൈനാമിക് HTML ഡോക്യുമെൻറ്റ് യൂസിങ് CGI വെച്ചിട്ടാണ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് തിരിച്ച് പാസ് ചെയ്ത് കൊടുക്കും. ഇനി സ്ക്രിപ്റ്റിംഗ് ടെക്നോളജീസ് ഫോർ ഡൈനാമിക് ഡോക്യുമെൻറ്റ്. എന്തിനാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി, നമ്മൾ CGI വെച്ച് ചെയ്താൽ പോരെ. അപ്പോൾ ഡൈനാമിക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് വന്നതാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി. CGI മാറിയിട്ട് അപ്പം CGIക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി വന്നത്. നോക്കാം. The problem with the CGI technology is the inefficiency that results if part of the dynamic program document that is to be created is fixed and not changing from the request. Assume that we need to retrieve, അതായത് ഇപ്പം നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഒരു കുഞ്ഞു ഭാഗം ചേഞ്ചിങ് ഡോക്യുമെൻറ്റും മറ്റത് ഫിക്സഡുമാണ്. ഓക്കെ, ഒരു വലിയൊരു ഡോക്യുമെൻറ്റിൻ്റെ ഏതോ ഒരു ഭാഗം, ആ ഒരു പേജിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ചേഞ്ചിങ്ങും മറ്റതെല്ലാം ഫിക്സഡ് ആണ്. ദാറ്റ് മീൻസ് വൺ പാർട്ട് ഈസ് ഡൈനാമിക് ആൻഡ് അനദർ പാർട്ട് ഈസ് സ്റ്റാറ്റിക് മോഡ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കോമൺ ഗേറ്റ്വേ ഇൻ്റർഫേസ് വെച്ചിട്ട് അത് യൂസ് ചെയ്യാം, അതായത് ഡൈനാമിക് ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി. എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പം നമ്മൾ കുറേ സ്പെയർ പാർട്സിൻ്റെ ലിസ്റ്റുകൾ വരുന്നു. ഓക്കെ, ആ സ്പെയർ പാർട്സ് അവൈലബിൾ ആണോ, അതിൻ്റെ പ്രൈസ് എത്ര, ഇതുപോലെയുള്ള ഒരു കാർ ബ്രാൻഡിൻ്റെ ഇൻഫർമേഷനാണ് സ്പെയർ പാർട്സ്, അതിൻ്റെ അവൈലബിലിറ്റി, പ്രൈസസ്. അപ്പം എങ്ങനെ പോയാലും അവൈലബിലിറ്റിയും അതിൻ്റെ പ്രൈസും വേരി ചെയ്യുമായിരിക്കും. സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റിയും പ്രൈസും വേരി ചെയ്യുമായിരിക്കും. പക്ഷേ സ്പെയർ പാർട്സിൻ്റെ പേരോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനോ അതിൻ്റെ പിക്ചറോ വേരി ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇവിടെ വേരി ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ദ സ്പെയർ പാർട്സ് ആൻഡ് ദ പ്രൈസസ് ആർ ദ ഓൺലി 2 തിങ്സ് ദാറ്റ് ആർ ഡൈനാമിക്കലി ചേഞ്ചിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതെന്ന് പറയുന്നത് ഡൈനാമിക് ഡോക്യുമെൻറ്റും ബാക്കി നെയിമും ഡിസ്ക്രിപ്ഷനും പിക്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാറ്റിക്കാണ്. അപ്പോൾ ഒരേ പേജിൽ തന്നെ ഡൈനാമിക്കും സ്റ്റാറ്റിക്കും വന്നു കഴിഞ്ഞാൽ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് വി യൂസ് CGI, ദ പ്രോഗ്രാം മസ്റ്റ് ക്രിയേറ്റ് ആൻ എൻറ്റയർ ഡോക്യുമെൻറ്റ് ഈച്ച് ടൈം. CGI യൂസ് ചെയ്യുവാണെങ്കിൽ ഓരോ തവണയും എന്ത് ചെയ്യും, ഫ്രഷ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പാർട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് എന്ത് ചെയ്യണം, HTML വെച്ചും ബാക്കി എംബഡ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അതിനകത്തേക്ക് എംബഡ് ചെയ്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ഹോൾ സംഭവം HTML, അതായത് ഫിക്സഡ് പാർട്ട് കംപ്ലീറ്റ് HTML-ഉം ഡൈനാമിക് ആയിട്ട് പോകുന്ന പാർട്ടുകളെല്ലാം സ്ക്രിപ്റ്റ് ലാംഗ്വേജ് വെച്ച് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ സ്ക്രിപ്റ്റിംഗ് പ്ലസ് HTML. അതാണ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജീസ് ഫോർ ഡൈനാമിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കിയാൽ മതി. റിക്വസ്റ്റ് സെൻഡ് ചെയ്തു, അതിപ്പം ഡൈനാമിക്, അതായത് രണ്ടും ഒരു പേജിൽ തന്നെ വേരി ചെയ്യുന്ന ഡൈനാമിക്കും സ്റ്റാറ്റിക്കും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന സ്ക്രിപ്റ്റിംഗ് ടെക്നോളജി ആയിരിക്കും ഡൈനാമിക് HTML ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു പേജ് എന്ന് പറയുന്നത് HTML ആണ്. HTML പേജിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ച് റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഫ്യൂ ടെക്നോളജീസ് ഹാവ് ബീൻ ഇവോൾവ് ഇൻ ക്രിയേറ്റിംഗ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് യൂസിങ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ് PHP, ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്ന് പറയുന്ന ലാംഗ്വേജ്. അത് പേൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ JSP ജാവ സെർവർ പേജ്, അതെന്ന് പറഞ്ഞാൽ ജാവ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് സെർവർ പേജ് വിഷ്വൽ ബേസിക് ആണ് യൂസ് ചെയ്യുന്നത്. കോൾഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ HTML ഡോക്യുമെൻറ്റിനകത്തേക്ക് നമുക്ക് ഡേറ്റാബേസിൻ്റെ, അതായത് SQL ഡേറ്റാബേസിനെ എംബഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉള്ളതാണ് കോൾഡ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 എണ്ണമാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് യൂസിങ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ്. ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ഓർ എ സ്ക്രിപ്റ്റ് ടു ബി റൺ അറ്റ് ക്ലയൻറ്റ് സൈഡിൽ റൺ ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിനെയാണ് നമ്മൾ ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ആനിമേഷൻ പോലെയുള്ള സംഭവങ്ങൾ ക്ലയൻറ്റ് സൈഡിലാണ് വർക്ക് ആവേണ്ടത്. ടു റൺ എ പ്രോഗ്രാം ദാറ്റ് ക്രിയേറ്റ്സ് എ അനിമേറ്റഡ് ഗ്രാഫിക്സ് ഓൺ എ സ്ക്രീൻ ഓർ എ പ്രോഗ്രാം ദാറ്റ് ഇൻട്രാക്ട്സ് വിത്ത് ദ യൂസർ. ഏതെങ്കിലും ഒരു പ്രോഗ്രാം യൂസറുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്റ്റ് ഉള്ളതും അതുപോലെ അനിമേഷനൊക്കെ ഉള്ളതൊക്കെയാണ് എങ്കിൽ ഡെഫിനറ്റ്ലി അത് ആക്റ്റീവ് ഡോക്യുമെൻറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആക്റ്റീവ് ഡോക്യുമെൻറ്റ് എവിടെയാണ് റൺ ആകേണ്ടത്? അങ്ങനെയുള്ള ആക്റ്റീവ് ഡോക്യുമെൻറ്റ് ക്ലയൻറ്റ് സൈഡിൽ വേണം റൺ ആകാനായിട്ട്. ഓക്കെ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജാവ. ഇവിടെയാണ് നമ്മൾ ജാവ ആപ്ലെറ്റുകളുടെ യൂസേജ് വരുന്നത്. അപ്പോൾ പ്രോഗ്രാം ഡെഫിനറ്റ്ലി
നീഡ്സ് ടു ബി റൺ അറ്റ് ദ ക്ലയൻറ്റ് സൈഡിലാണ് പ്രോഗ്രാം റൺ ചെയ്യേണ്ടത് വേർ ദ അനിമേഷൻ ഓർ ഇൻട്രാക്ഷൻ ടേക്സ് പ്ലേസ്. ഇപ്പോൾ ജാവ ആപ്ലെറ്റ്സ് വൺ വേ ടു ക്രിയേറ്റ് ഒരു ആക്റ്റീവ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വേ ആണ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് ജാവ ആപ്ലെറ്റ്. റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, ആപ്ലെറ്റ് ആയിരിക്കും ഇങ്ങോട്ട് പോകുന്നത്, ആ ആപ്ലെറ്റ് റൺ ആവുന്നത് ക്ലയൻറ്റ് സൈഡിൽ റണ്ണായിട്ട് റിസൾട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഇനി ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ് ആർ സംടൈംസ് റെഫർ ടു ആസ് എന്തായിരിക്കും ഇപ്പോൾ ക്ലയൻറ്റ് സൈഡിലല്ലേ റൺ ആവുന്നത് ക്ലയൻറ്റ് സൈറ്റ് ഡൈനാമിക് ഡോക്യുമെൻറ്റ്സ് എന്നാണ് ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സിനെ വിളിക്കുന്നത്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് HTTP പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് WWWനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് WWWനകത്ത് അതിൻ്റെ ആർക്കിടെക്ചർ പഠിച്ചു, അത് കഴിഞ്ഞ് ക്ലയൻറ്റും സെർവറും URLും നോക്കി, അത് കഴിഞ്ഞിട്ട് കുക്കീസ് പഠിച്ചു. കുക്കീസ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതായിരുന്നു ഏതാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. അതിനകത്ത് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ്. സ്റ്റാറ്റിക് ആണെങ്കിൽ HTML, ഡൈനാമിക് ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, CGIയും പിന്നെ CGIയുടെ ആ ഒരു ഇൻഎഫിഷ്യൻസി മാറ്റാൻ വേണ്ടി വന്നതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. അത് കഴിഞ്ഞ് നമ്മൾ ആക്റ്റീവ് ഡോക്യുമെൻറ്റ്സ് പഠിച്ചു. ഇനി നമുക്ക് ഒരു ഇതിനകത്ത് തന്നെ ചോദിക്കുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ പഠിച്ചില്ലേ, അപ്പോൾ HTTP എങ്ങനെയാണ് വരുന്നതെന്നും കൂടി നമുക്ക് പഠിക്കണം. അത് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.